വിരിയാറായ താറാവ് മുട്ടയും എടുത്തുകൊണ്ടുപോയി നിങ്ങൾ ഏതെങ്കിലും ഒരു കുളക്കടവിൽ വെള്ളത്തിനടുത്തായി കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ദൂരെ മാറി നിന്ന് നിരീക്ഷിച്ചു നോക്കുക. സമയമായാൽ മുട്ടത്തോട് പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തു വരും. അതുപോലെ താറാവ് കുഞ്ഞും തോട് പിളർന്ന് പുറത്തു വരും. 2 കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ടാവും. കോഴിക്കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി പേടിച്ച് പതുക്കെ പിറകിലേക്ക് പോകും. എന്നാൽ താറാവ് കുഞ്ഞിന് ആ പേടി കാണില്ല. തനിക്ക് നീന്താൻ അറിയാമെന്ന് അതിനറിയാം. 2ഉം മുട്ടയ്ക്കകത്തു നിന്ന് വളർന്നുണ്ടായി വന്നതാണ്. വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന് എങ്ങനെയാണ് താറാവിൻ്റെ കുഞ്ഞിന് അറിവുണ്ടായത്? എങ്ങനെയാണ് കോഴിക്കുഞ്ഞിന് അറിവുണ്ടായത് വെള്ളത്തിൽ ചാടരുതെന്ന്? ആരാണ് അവയ്ക്ക് ഈ വിവരം കൊടുത്തത്? പശുക്കുട്ടിയെ അല്ലെങ്കിൽ പശുവിനെ ഒരു വലിയ പുൽമേടിൽ മേയാൻ വിടുക. ആ പശു തിന്നുന്ന പുല്ലുകൾ മുഴുവൻ നോക്കിയിരിക്കുക. ആ പശു ഒരിക്കലും ചില പ്രത്യേക ചെടികൾ തിന്നില്ല. എന്താണ് അതിന് കാരണം? പുൽമേട്ടിൽ ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? കടൽ തീരത്ത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ആമ കുഞ്ഞ് പടിഞ്ഞാറോട്ട് തന്നെ നടന്നു നീങ്ങി കടലിലേക്ക് ഇറങ്ങുന്നു. എത്ര കിലോമീറ്റർ കൊണ്ടുപോയി ഇട്ടാലും അവയ്ക്ക് കൃത്യമായി ദിക്കറിയാനാകും. അതെങ്ങനെ അറിയുന്നു? കാനഡയിൽ ആർട്ടിക് സമുദ്രത്തിന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ സാൽമൺ മത്സ്യം വന്ന് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ആർട്ടിക് സമുദ്രത്തിൽ നിന്നും താഴത്തേക്ക് വന്ന് പസഫിക് സമുദ്രത്തിലൂടെ പോയി നേരെ സൗത്ത് അമേരിക്കയുടെ താഴെ കൂടെ സൗത്ത് ആഫ്രിക്ക കടന്ന് അന്റാർട്ടിക് സമുദ്രം കടന്ന് സൗത്ത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും കടന്ന് പസഫിക് സമുദ്രവും കടന്ന് വീണ്ടും ആർട്ടിക് സമുദ്രത്തിന്റെ സാൽമൺ ക്രിക്കിൽ 3 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തും. അപ്പോഴേക്കും ആ മത്സ്യക്കുഞ്ഞ് ഒരു വലിയ സാൽമൺ മത്സ്യമായി മാറിയിട്ടുണ്ടാവും. അവിടെ വന്ന് അത് മുട്ടയിടും. അതിനുശേഷം തലയടിച്ച് ചത്തുപോകും. ഇപ്രകാരം ഒരു സീസണിൽ ഏതാണ്ട് 32 ലക്ഷം ടൺ സാൽമൺ മത്സ്യങ്ങൾ സംഗമിക്കാറുണ്ടത്രേ. ആ സമയം മുഴുവൻ ഇത്തരം സാൽമൺ മത്സ്യങ്ങളെ തിന്നാനായി ആ പ്രദേശം മുഴുവൻ കരടിയെ കൊണ്ട് നിറഞ്ഞിരിക്കും. ആർട്ടിക് സമുദ്രത്തിനടുത്ത് ചെന്ന് മുട്ടയിടാനും ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂസിലാൻഡ് വരെ പോയി വഴിതെറ്റാതെ തിരിച്ചെത്താൻ ഈ സാൽമൺ മത്സ്യങ്ങൾക്ക് ദിശ കാണിക്കുന്നത് ആരാണ്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. الذي خلقني فهو يهدين